പ്രിയപ്പെട്ട തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, മാർ ബർണബാസ് സഫർഗൻ മെത്രാപ്പോലിത്ത തിരുമേനി, മാർ ഫെലിക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനി, മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, മാർ അപ്രൈം എപ്പിസ്കോപ്പ തിരുമേനി, മാർ സെറാഫിം എപ്പിസ്കോപ്പ തിരുമേനി, സ്നേഹമുള്ള അച്ഛന്മാരെ, എബി അച്ഛൻ, സീനിയർ ഫ്രണ്ട്സ്, കൂട്ടുകാരെ, are we ready for another session? Can I have a response, please? That's good. നമ്മൾ രാവിലെ സംസാരിച്ച ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ഇത് ഇൻസ്പിറേഷൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. രാവിലെ ആസ്പിറേഷൻസ് എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചത്. അതിനകത്ത് ആദ്യത്തെ ഒരു ആസ്പിറേഷൻ മാത്രമേ നമുക്ക് ഒരു ചിന്തിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ ഇന്ന് ഈ സെഷനിൽ ഇൻസ്പിറേഷൻസിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ആസ്പിറേഷൻസിൽ നമ്മൾ അവശേഷിപ്പിച്ച രണ്ട് ചിന്തകൾ ഇതിനോട് ചേർത്ത് തന്നെ പറയാൻ ശ്രമിക്കും. ആസ്പിറേഷൻസിൽ നമ്മൾ രാവിലെ എന്താണ് ചിന്തിച്ചത്? ഐഡൻറ്റിറ്റിയെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. പറയാൻ ശ്രമിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ: ഫൈൻഡ് യുവർ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. പൗലോസ് എപ്പോഴും ആവർത്തിക്കുന്ന ഭാഗമാണ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ. നമ്മൾ ജെൻഡറിനെ പറ്റി ചിന്തിച്ചു, ബോഡിയെ പറ്റി ചിന്തിച്ചു. ഇതെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടത് ക്രിസ്തുവിലാണ്. ടാറ്റു, സ്കാരിഫിക്കേഷൻ, ബോഡി ആർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ടു. ഇതെല്ലാം ഞാൻ പറയാൻ ശ്രമിച്ച ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. സ്റ്റിഗ്മാറ്റ ടു ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. സെഷൻ കഴിഞ്ഞപ്പോൾ 1-2 പേർ ചോദ്യങ്ങൾ ചോദിച്ചു. കുറേ കുട്ടികൾ ചോദ്യം ചോദിച്ചു. ഒരു ചോദ്യം എല്ലാ ചോദ്യങ്ങളും പ്രസക്തമായിരുന്നു. എന്നാൽ ഈ സെഷൻ ഞാൻ ആരംഭിക്കുന്നത് ആ ഒരു ഭാഗത്തു നിന്നുകൊണ്ടാണ്. ജീവിതത്തിൽ എന്താണ് പ്രധാനം? ചോദ്യങ്ങളാണോ ഉത്തരങ്ങളാണോ? ജീവിതത്തിൽ എന്താണ് പ്രധാനം? ചോദ്യങ്ങളാണോ ഉത്തരങ്ങളാണോ? ഞാൻ ഉത്തരമാണ് ചോദിക്കുന്നത്. ഒരു ഐറണിയാണ്. എന്താണ് പ്രധാനം? ചോദ്യങ്ങളാണോ ഉത്തരങ്ങളാണോ? ഉത്തരങ്ങളാണോ? എൻ്റെ ചിന്ത, നമ്മൾ ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഉത്തരങ്ങൾ വരും. എല്ലാ ഉത്തരങ്ങളും കിട്ടിയതിന് ശേഷമല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. കൃത്യമായ ചോദ്യങ്ങൾ നാം ചോദിക്കണം. ഉത്തരങ്ങൾ അതിൻ്റെ വഴിക്ക് നമ്മളെ തേടിയെത്തിക്കൊള്ളും. അപ്പോൾ ഇന്ന് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. ഈ സ്കാരിഫിക്കേഷൻ, ടാറ്റു, ബോഡി ആർട്ട്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു സുഹൃത്ത് ചോദിച്ചതാണ്. ശരീരവും മനസ്സും ആത്മാവും ഒക്കെ ഇങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് അല്ലാതെ ഒരു ഹീബ്രു ചിന്തയിൽ ദ ബോഡി ഈസ് ആനിമേറ്റഡ് ബൈ ദ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദ സോൾ ഇസ് ദ ഇൻവേർഡ്നെസ് ഓഫ് ദ ബോഡി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു സൈമിൾട്ടേനിറ്റി ഉണ്ട്. ബോഡി, സ്പിരിറ്റ്, സോൾ, ഇതിനെല്ലാം. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതാണ്: ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ചെയ്യുന്നത് എൻ്റെ ആത്മാവിൽ ബാധിക്കില്ലേ എന്നാണ് ചോദിച്ചത്. നല്ലൊരു ചോദ്യമാണ്. ശരീരത്തിൽ ചെയ്യുന്ന ആത്മാവിൽ ബാധിക്കില്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ മൂറോൻ, അത് ശരീരത്തിലാണ് ചെയ്യുന്നത്, പക്ഷേ അത് ആത്മീയമായൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ടാറ്റു പതിപ്പിക്കുമ്പോൾ അത് ആത്മാവിൽ ബാധിക്കില്ലേ എന്ന ചോദ്യമാണ് ചോദിച്ചത്. സത്യമാണ്. ആത്മാവിനെ ബാധിക്കാത്ത രീതിയിൽ വേണം ടാറ്റു ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ടാറ്റു ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ആത്മാവിനെ ബാധിക്കാത്ത ടാറ്റു ആകട്ടെ. ഞാനത് അവിടെ വിടുകയാണ്. മറ്റൊരു ചോദ്യം വന്ന സെക്ഷ്വാലിറ്റിയെ പറ്റിയാണ്. അതിനെപ്പറ്റി സംസാരിക്കുമോ സാറേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും സംസാരിക്കും. ഈ സെഷനിൽ നമ്മൾ ആദ്യത്തെ സെഷനിൽ ബാക്കി വെച്ച ഇൻറ്റിമസീസ്, ലവ്, ഇതിനെപ്പറ്റിയെല്ലാം സംസാരിക്കും. എനിക്ക് വേണ്ടി നിങ്ങളൊരു പുസ്തകത്തിലൊന്ന് ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. നമ്മൾ ചോദ്യങ്ങളാണ് കഴിഞ്ഞ സെഷൻസിലും എഴുതിയത്. ഇതിനൊന്നും ഉത്തരങ്ങൾ ഇപ്പോൾ തന്നെ വേണമെന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ചോദിച്ചതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് യു ആസ്ക്ഡ് യുവർ സെൽഫ്? ഒരു 20 വയസ്സാണ് നിങ്ങൾക്ക് പ്രായമെങ്കിൽ, ഇൻ ദ ലാസ്റ്റ് 2 decades,
What is that question that you asked yourself, which you think is really important? ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. Why is there anything? എന്തെങ്കിലും ഉണ്ടാകാൻ എന്തിനാ? Why is there anything? എന്തെങ്കിലും ഉണ്ടാകണമെന്ന് വല്ല നിർബന്ധം ഉണ്ടായിരുന്നോ? Who was very particular about all these things? Why is there anything? I haven't got an answer. You could say because God is. Yeah, God is. But why should there be anything? അത് ഞാനിപ്പോഴും അന്വേഷിക്കുകയാണ് ആ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങൾ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്? യേശുക്രിസ്തു വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ 339 ചോദ്യങ്ങൾ ചോദിച്ചെന്നാണ് ആളുകൾ പറയുന്നത്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുകയാണ് അത്രയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. കാരണം ക്രിസ്തുവിനോട് അങ്ങോട്ട് ഒരു പ്രശ്നവുമായി വന്ന വ്യക്തികളോടെല്ലാം മിക്കവാറും അദ്ദേഹം തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. അങ്ങനെ ചോദ്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയത്. ക്രിസ്തു അത്രയും ചോദ്യം ചോദിച്ചു. പൗലോസ് 262 ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളെത്ര ചോദിച്ചിട്ടുണ്ട്? ഞാൻ എത്ര എണ്ണം ചോദിച്ചിട്ടുണ്ട്? ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ജനസിസ്, ഇൻ ദ ബുക്ക് ഓഫ് ജനസിസ്, മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ദൈവം 4 ചോദ്യങ്ങൾ ചോദിച്ചതായിട്ടാണ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നീ എവിടെയാണ്? വെർ ആർ യു? അത് നമുക്ക് നമ്മളോട് തന്നെ ഇപ്പോൾ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. വെർ ആം ഐ ഇൻ ലൈഫ്? നീ എവിടെയാണ്? ആഡം, വെർ ആർ യു? ഡു യു നോ വെർ യു ആർ? രണ്ടാമത്തെ ചോദ്യം അതിലും പ്രധാനപ്പെട്ടാണ്. അത് നമ്മുടെ ഇന്നത്തെ ചിന്തകളുമായിട്ട് യോജിച്ചു പോവാണ്. ഹൂ ടോൾഡ് യു യു ആർ നേക്കഡ്? നീ നഗ്നനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഈ ഷെയിം എവിടെ നിന്ന് വന്നു നിനക്ക്? അതൊരു പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ റെസണേറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്. വേർ ഇസ് ദിസ് ഷെയിം കമ്മിങ് ഫ്രം? ആർ യു ashamed of certain things? Where is it coming from? പിന്നെയും 2 ചോദ്യങ്ങൾ അതിൻ്റെ കൂടെ വന്നു. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന ചോദ്യം ഇതാണ്. വേർ ആർ യു? ആഡം, ഞാൻ എൻ്റെ മകനോട് ഇടയ്ക്ക് ചോദിക്കും, വെർ ആർ യു? അവൻ്റെ ഉത്തരം നോവെയർ ഇൻ പെർട്ടിക്കുലർ. നോവെയർ ഇൻ പെർട്ടിക്കുലർ, പ്രത്യേകിച്ച് ഒരിടത്തും അല്ല. അപ്പോൾ അതിൻ്റെ തിരിച്ചോദ്യം, ബട്ട് ടെൽ മീ വേർ ആർ യു ഇൻ ജനറൽ? നീ ജനറലായിട്ട് എവിടെ? അതെങ്കിലും പറ. നമ്മൾ ഈ ചോദ്യങ്ങൾ വളരെ ലഘൂകരിച്ച് കാണുകയാണ്. വേർ ആർ യു എന്നുള്ളതിന് നോവെയർ ഇൻ പെർട്ടിക്കുലർ, പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. പ്രത്യേകിച്ച് അല്ലാതെ എന്താ ഉള്ളത്? ഇന്നത്തെ വൈകിട്ട് ഈ സെഷനിലെ ചിന്തയ്ക്കുള്ള കീ വേഴ്സാണത്. കൺസിഡർ ജീസസ്. കൺസിഡർ ജീസസ്. നമ്മുടെ ഇൻസ്പിറേഷൻ ഒന്ന് മാത്രമാണ്, അത് ക്രിസ്തുവാണ്. സോ പ്ലീസ് കൺസിഡർ ജീസസ് എന്നുള്ളതാണ്. അവിടെ ഞാനൊന്ന് പോസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. പീപ്പിൾ വി ഷുഡ് ബി. ജീസസ് വാസ് ഇൻസ്പയർഡ് ബൈ പീപ്പിൾ. ജീസസ് വാസ് ഇൻസ്പയർഡ് ബൈ ലവ്. ഹി വാസ് ഇൻസ്പയർഡ് ബൈ പേർപ്പസ്. ഹി വാസ് ഇൻസ്പയർഡ് ബൈ ഇവൻറ്റ്സ്. ആദ്യത്തെ 3 എണ്ണം മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. Consider Jesus. Jesus was inspired by people. That I'm going to link with what we left out in the morning session. What we left out in that session was our thought of vulnerability. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, പറയാൻ പറ്റിയില്ല. Aspire to be vulnerable. ഇത് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? വൾണറബിലിറ്റി ആ വാക്കിൻ്റെ റൂട്ട് അർത്ഥം ടു ബി wounded എന്നാണ്. ടു ബി wounded. ഡീട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന തിയോളജിൻ്റെ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: വെൻ ക്രൈസ്റ്റ് ബിഡ്സ് എ മാൻ, ഹി ബിഡ്സ് ഹിം ടു കം ആൻഡ് ബി ക്രൂസിഫൈഡ്. ക്രിസ്തു ഒരുവനെ വിളിക്കുമ്പോൾ ക്രൂശീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. കെ എസ് മാത്യു അച്ഛൻ വളരെ മനോഹരമായ ഒരു ട്രാൻസ്ലേഷൻ അതിനെഴുതി. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വരിക, ക്രൂശിക്കപ്പെടുക. കം, ബി ക്രൂസിഫൈഡ്. ഇന്ന് നമുക്ക് ഡെഡിക്കേഷൻ സെഷനാണ്. And that invite is open to all of you. Come, be crucified. അപ്പോൾ ചോദ്യം ഇതാണ്: vulnerability means to be wounded. ഒരു പുസ്തകത്തിൻ്റെ പേരൊന്ന് എഴുതിയിടാമോ? പിന്നെ എപ്പോഴേലും വായിച്ചാൽ മതി. ഡെയറിങ് ഗ്രേറ്റ്ലി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഡെയറിങ് ഗ്രേറ്റ്ലി. ഓഥറിൻ്റെ പേര് ബ്രെനെ ബ്രൗൺ. ഷീസ് എ പ്രൊഫസർ ഇൻ ഐ തിങ്ക് യൂണിവേഴ്സിറ്റി. I don't remember the name of the university. Columbia University perhaps. MSW വിഭാഗത്തിൽ പ്രൊഫസറാണ്. അവർ ഈ ഒരു വിഷയത്തെപ്പറ്റി, വൾണറബിലിറ്റിയുടെ പ്രാധാന്യത്തെപ്പറ്റി ഏറെ സംസാരിച്ചിട്ടുണ്ട്. ഈ ഡെയറിങ് ഗ്രേറ്റ്ലി എന്ന പുസ്തകത്തിൽ വൾണറബിലിറ്റിയെപ്പറ്റി പറയുന്ന ഒരു വാചകം ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുമോ? വൾണറബിലിറ്റി ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദ നെസസിറ്റി ഓഫ് ബോത്ത്
victory and defeat. Vulnerability is the necessity of understanding both victory and defeat. ഇന്ന് മോത്തി അച്ഛൻ്റെ സെഷനിൽ അച്ഛൻ വീണ്ടും വീണ്ടും ചോദിച്ച ചോദ്യം ഇതാണ്. നമ്മൾ ഈ വിജയിച്ചവരെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. പരാജയപ്പെട്ടവരെ പറ്റി ആര് സംസാരിക്കും? അവർക്കൊരു വേദി ആര് കൊടുക്കും? അവരെ ആര് കേൾക്കും? വൾണറബിലിറ്റി is when we understand the importance of both victory and defeat. എന്നിട്ട് അവർ അതിനോട് കൂടെ കൂട്ടിച്ചേർക്കുകയാണ്, ഇറ്റ് ഈസ് അൺസർട്ടനിറ്റി, ഇറ്റ് ഈസ് റിസ്ക്, ഇറ്റ് ഈസ് ഇമോഷണൽ എക്സ്പോഷർ. അതിനകത്ത് അൺസർട്ടനിറ്റി ഉണ്ട്. യു വിൽ ഹാവ് ടു ബി അൺസർട്ടൻ വെൻ യു ബിക്കം വൾണറബിൾ. യു വിൽ ഹാവ് ടു ടേക്ക് റിസ്ക്സ് അബൌട്ട് യുവർ സെൽഫ് വെൻ യു ബിക്കം വൾണറബിൾ. യു വിൽ ഹാവ് ടു ബി ഇമോഷണലി ഓപ്പൺ. നിങ്ങളുടെ ഇമോഷൻസിന് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാതെ, ഉറപ്പില്ലാതെ നിങ്ങൾക്ക് അത്തരത്തിൽ ഓപ്പണായിരിക്കേണ്ടതായിട്ട് വരും. ഇതിനെ ജൂഡിത്ത് ബട്ട്ലർ പ്രിക്യാരിറ്റി എന്നാണ് വിളിക്കുന്നത്. പ്രിക്യാരിറ്റി, വൾണറബിലിറ്റി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷിൽ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഒരു പയ്യൻ എൻ്റെ അടുക്കൽ വന്നു. ഫൈനൽ ഡിഗ്രി സ്റ്റുഡൻറ്റാണ്. അവൻ വന്നിട്ട് പറഞ്ഞു, സാറിനോട് എനിക്കൊന്ന് സംസാരിക്കും. ഞാൻ പറഞ്ഞു, പറ മോനെ, എന്നാ? വേറെ ആരുമില്ല ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ പറഞ്ഞു, എന്നാ പറയടാ. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എയ്ഡ്സ് ആണോ? എനിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് എന്നോട് ആരാ പറഞ്ഞു? എനിക്കറിയാം സാറേ. ഞാൻ പറഞ്ഞു, എടാ അതറിയാൻ ഒരു വഴിയേ ഉള്ളൂ, എലീസ ടെസ്റ്റ് ചെയ്യണം. നീ ചെയ്തോ? ഇല്ല, ചെയ്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ നീ എങ്ങനെ എയ്ഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി? ഞാൻ ചോദിച്ചു, നീ അല്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും ചെയ്തോ? ഇല്ല. നീ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തോ? എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പോയി? ഇല്ല. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ നിനക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞു? എൻ്റെ പേരൻസിന് എയ്ഡ്സ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞു? സാറേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, നീ പറ, പ്രശ്നം എന്താ പറഞ്ഞു? ഞാൻ പോർണോഗ്രഫി കാണും സാറേ. ഞാൻ പറഞ്ഞു, എടാ നീ ബയോളജി പഠിച്ചിട്ടില്ലേ? പോർണോഗ്രഫി കണ്ടതുകൊണ്ട് ഇതുവരെ ആർക്കും എയ്ഡ്സ് വന്നിട്ടില്ല. അല്ല സർ, ഹാർട്ട് കോറാ. ഞാൻ പറഞ്ഞു, എത്ര കോറാണെങ്കിലും പോൺ കണ്ടതുകൊണ്ട് ആർക്കും ഇതുവരെ എയ്ഡ്സ് വന്നിട്ടില്ലടാ. അതിന് വേറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എയ്ഡ്സ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് എയ്ഡ്സ് വന്നെന്ന് നീ പറയുന്നതെങ്കിൽ നിനക്ക് എയ്ഡ്സ് ഇല്ല കേട്ടോ. എന്നിട്ട് അവൻ കുറച്ച് നേരം മനസ്സ് തുറന്നു. അവൻ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അവനെ എന്നും കാണുന്ന അധ്യാപകൻ്റെ മുൻപിൽ അവൻ വന്ന് വൾണറബിളായിട്ട് നിൽക്കുകയാണ്. അവനറിയാം, ഞാൻ ഇനിയും അവനെ കാണും, അവൻ ഇനിയും എന്നെ കാണണം. അപ്പോഴവൻ്റെ മനസ്സിലുണ്ടാവും, ഈ മാഷിനോട് ഞാൻ പറഞ്ഞല്ലോ ഞാനിതാ ചെയ്യുന്നത്. ഞാൻ പക്ഷേ അങ്ങനെ അവനെ കാണത്തില്ലല്ലോ. അതവനെ എങ്ങനെ കൺവിൻസ് ചെയ്യും? മോനെ നിന്നെ ഞാൻ ഇങ്ങനെ കാണത്തിലിടാന്ന് എങ്ങനെ കൺവിൻസ് ചെയ്യും? ഇതാണ് വൾണറബിലിറ്റി. അവൻ അവൻ്റെ വൾണറബിലിറ്റിയെ എംബ്രേസ് ചെയ്യുകയായിരുന്നു, എൻഗേജിങ് വിത്ത് ഹിസ് വൾണറബിലിറ്റി. ആ വൾണറബിലിറ്റിയെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയല്ല, ആ വൾണറബിലിറ്റിയെ മറച്ചു വയ്ക്കാതിരിക്കുകയാണ്. അതിലൂടെ അവൻ എന്താണ് സാധിച്ചത്? ഹി വാസ് ലിബറേറ്റഡ് ഇൻ എ വേ. നമ്മുടെ വൾണറബിലിറ്റീസ് നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുന്ന സമയത്ത് സാധിക്കുന്നത് ഇതാണ്, ഒരു തരത്തിൽ ലിബറേഷൻ ഉണ്ടാകും. ഇതെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കണം എന്നല്ല ഈ പറയുന്നത്, അത് ഞാൻ അടുത്തത് പറയും. നിങ്ങൾക്കൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാകണം, ഒന്നോ രണ്ടോ സുഹൃത്തുക്കളുണ്ടാകണം, ഒരു ഫാദർ ഫിഗർ ഉണ്ടാകണം ജീവിതത്തിൽ. ഫാദർ ഫിഗർ വേണം ജീവിതത്തിൽ. ഇതൊക്കെ ഒന്ന് പോയി പറയാൻ, സാറേ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, ടീച്ചറെ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഓപ്പണായിട്ട് പറയാൻ. അത് പറഞ്ഞ് തീരുന്ന നിമിഷം ഒരു ലിബറേഷനാണ്. ഇറ്റ് ഈസ് വെരി ലിബറേറ്റീവ്. ഞാൻ ഇന്നേതോ അച്ഛനോട് പറയായിരുന്നു, എനിക്ക് റോമൻ കാത്തലിക്സിൻ്റെ കൺഫെഷൻ്റെ തിയോളജി അത്ര ശരിയല്ലെങ്കിലും അതിൻ്റെ സൈക്കോളജി എനിക്കിഷ്ടമാണ്. സൈക്കോളജി ഓഫ് കൺഫെഷൻ. അവന് അവിടെ നിന്ന് കൺഫെസ് ചെയ്ത് ആ കൺഫെഷനിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഹീ ഗെറ്റ്സ് അപ്പ് ആസ് എ ലിബറേറ്റഡ് ഹ്യൂമൻ ബീയിങ്. വൈ? Because he knows. I don't know whether he's been forgiven or not. That is between him and God. But I know he knows within himself some kind of peace. He's shared it with somebody. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വൾണറബിൾ ആകാൻ നമ്മൾ ആസ്പയർ ചെയ്യണം. അത് നമ്മുടെ ആസ്പിറേഷൻസിലൊന്നാകണം. അതിലൂടെ നമ്മൾ ഈ വൾണറബിലിറ്റീസിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കണം. നിങ്ങളൊരു തീരുമാനം എടുക്കുമോ? ഞാൻ വൾണറബിൾ ആകും. എല്ലായിടത്തുമല്ല, ആ ഒന്നോ രണ്ടോ ആളുകളുടെ മുൻപിൽ തുറന്നു കാണിക്കും. യേശു വൾണറബിളായിരുന്നു. ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന ഇതാണ്: പിതാവേ,
ഇതൊന്ന് മാറ്റണം, പ്ലീസ്, ഇതൊന്ന് മാറ്റണം. ബീങ് വൾണറബിൾ. അത് വേദപുസ്തകത്തിലുണ്ട്, അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മായ്ച്ചു കളഞ്ഞില്ല. കർത്താവിൻ്റെ ആ പ്രാർത്ഥന വേദപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞില്ല. സുവിശേഷകൻ വിചാരിച്ചില്ല ഇത് എഴുതണ്ട, കർത്താവ് വൾണറബിൾ ആകല്ലേ. നോ നോ നോ, യു ആൻഡ് ഐ ഷുഡ് നോ ദാറ്റ് വി സെർവ് എ ലോർഡ് ഹു വാസ് വൾണറബിൾ. വി സെർവ് എ ലോർഡ് ഹു വെപ്റ്റ്. കരഞ്ഞൊരു കർത്താവാണ്, വൾണറബിളാണ്. ഇമോഷൻസ് കാണിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പലപ്പോഴും പഠിച്ചു വെച്ചത്. ആൺകുട്ടികൾ പ്രത്യേകിച്ച് വൾണറബിൾ ആകരുത്. കരഞ്ഞ ഉടനെ ചോദിക്കും, നീ റാങ്കോച്ചല്ലടാ, നീ റാങ്കോച്ചല്ലടാ, കരയാവോ? ബി വൾണറബിൾ. കർത്താവ് ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലാകുന്ന ഗോഡ് നീഡ്സ് മാൻ എന്ന്. ഏത് നിമിഷമാണെന്നറിയാമോ? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ ഹൃദയം, എൻ്റെ പ്രാണൻ മരണവേദനയോളം ആയിരിക്കുക, എൻ്റെ കൂടെ ഒന്ന് കുറച്ച് നേരം ഇരിക്കാമോ? ശിഷ്യന്മാരോട് ചോദിച്ചു. ഗോഡ് നീഡ്സ് മാൻ. ദാറ്റ്സ് വാട്ട് ഐ ഗെറ്റ് ഫ്രം ദാറ്റ്. എൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കാമോ? ഇവർ പോയി കിടന്നു, ഇവർ ഉറക്കം തൂങ്ങി. അന്നേരം അടുത്ത ചോദ്യം വന്നു, 1 മണിക്കൂർ എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരുന്നൂടെ? 1 മണിക്കൂർ എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരുന്നൂടെ? കർത്താവ് ചോദിക്കുകയാണ്. ഈ കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ക്രൂശിൽ കിടന്ന് അസാധ്യമായൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 22 ഏതാണ് ആ പ്രാർത്ഥന? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിന്നെ കൈവിട്ടു. കൈവിട്ടു. വൾണറബിലിറ്റി അറ്റ് ഇറ്റ്സ് ഹൈറ്റ്സ്. എന്നിട്ട് എന്തേ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ ബുദ്ധിമുട്ട്? ബ്രെനെ ബ്രൗൺ പറയുന്നത് ഈ പെർഫെക്റ്റ് എന്ന് പറയുന്നതും ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നതും സത്യമല്ല. നോബഡി ഈസ് പെർഫെക്റ്റ്, നോബഡി ഈസ് ബുള്ളറ്റ് പ്രൂഫ്. വി ആർ ഓൾ ഗെറ്റിംഗ് വൂണ്ടഡ്, ബട്ട് ദ ഫാക്ട് ഇസ് ദാറ്റ് വി ആർ നോട്ട് ഷോയിങ് ഇറ്റ്. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വേണം ഇതൊന്ന് കാണിക്കാൻ, ഇതൊന്ന് ഷെയർ ചെയ്യാൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ബി ഈ പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് പെർഫെക്റ്റ് എന്ന്. അത് വായിക്കുമ്പോൾ വേറൊരു വാക്യം കൂടെ വായിക്കണം. പിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എടാ, ഇത് രണ്ടും എങ്ങനെ ഒക്കും? കർത്താവ് തമ്പുരാൻ പറഞ്ഞു പെർഫെക്റ്റ് ആകാൻ, എന്നാൽ പൗലോസ് പറഞ്ഞു പറ്റത്തില്ല. ആ വാക്യം ശരിക്കും വായിച്ചാൽ, ഞാനതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ വാക്യം, അതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചൊരു വാക്യം ഇത്, എന്നെ വിഷമിപ്പിച്ചൊരു വാക്യം ഇത്, ബി പെർഫെക്റ്റ് എന്നുള്ളത്. നിങ്ങളെയും വിഷമിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ സത്യം ഞാൻ പറയട്ടെ, ആ വാക്യത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം ഇതാണ്, ലെറ്റ് ഗോഡ് ബി മെയ്ഡ് പെർഫെക്റ്റ് ഇൻ യു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ വേറൊരിടത്ത് പ്രാർത്ഥിച്ചത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവവേദന അനുഭവിക്കുന്നു. സോ ഗോഡ് ഷുഡ് ബി പെർഫെക്റ്റഡ് ഇൻ യു. ബി എ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഷുഡ് ബി മെയ്ഡ് പെർഫെക്റ്റ് ഇൻ യു. അപ്പോൾ അതുകൊണ്ട് വൾണറബിൾ ആകാം കേട്ടോ, അത് കുഴപ്പമില്ല, അത് ചെയ്യാം. ഒരു എക്സസൈസും കൂടെ ഉണ്ട്, ഒന്ന് എഴുതിയിടാമോ? ആത്മാർത്ഥമായിട്ട് എഴുതണം. വാട്ട് ഈസ് യുവർ വൾണറബിലിറ്റി? വേർ ആർ യു വൾണറബിൾ? അപ്പുറത്തും ഇപ്പുറത്തും നോക്കല്ലേ. വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതണം. ബി ബ്രൂട്ടലി ഓണസ്റ്റ്. ബി ബ്രൂട്ടലി ഓണസ്റ്റ്. അട്ടർലി ബ്രൂട്ടലി ഓണസ്റ്റ്. ദിസ് ഈസ് യുവർ മൊമെൻറ്റ് വിത്ത് ഗോഡ് പെർഹാപ്സ്. ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. എഴുതിയിടുക. എന്നിട്ട് നിങ്ങൾ തന്നെ കാണുക നിങ്ങൾ എവിടെ വൾണറബിൾ എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ മനസ്സിൽ വിചാരിക്കണം, ഞാനിത് ആരോട് ഷെയർ ചെയ്യും, എനിക്കിത് ഷെയർ ചെയ്യാൻ ആരോട് പറ്റും. അച്ഛന്മാർ ചിന്തിക്കണം, ഞാനൊരു ഫാദർ ഫിഗർ ആണോ എന്ന്. അമ്മായി എ ഫാദർ. കാരണം ബ്രെനെ ബ്രൗണിൻ്റെ പുസ്തകത്തിൽ വേറൊരു പുസ്തകത്തെപ്പറ്റി റെഫർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ ജനറേഷനെ വിളിക്കുന്നത് ഫാദർലെസ് ജനറേഷൻ എന്നാണ്. അപ്പന്മാരില്ലാതെ മക്കളുണ്ടാവും, അപ്പന്മാരില്ലാതെ മക്കൾ ഉണ്ടാകത്തില്ല. അപ്പന്മാരുണ്ടെങ്കിലേ മക്കളുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ബയോളജിക്കൽ. പക്ഷേ ഇത് പ്രശ്നം വേറെയാണ്. ആബ്സെൻറ്റീസം ഓഫ് ഫാദേഴ്സ്. അപ്പന്മാരില്ല കുട്ടികളുടെ ജീവിതത്തിൽ. വി നീഡ് ഫാദർ ഫിഗേഴ്സ്. നിങ്ങൾ ഇത് എഴുതുമ്പം നിങ്ങൾ വൾണറബിലിറ്റി നിങ്ങൾ എഴുതിയോ നിങ്ങളുടെ വൾണറബിലിറ്റി എഴുതിയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? എഴുതിയോ ഇല്ലയോ? യെസ് എഴുതിയോ? അത് സൈഡിൽ നിൽക്കുന്ന ആൾ നോക്കിയാൽ പ്രശ്നമുണ്ടോ? ഉണ്ട് എന്നുള്ള ഉത്തരം വേണം അവിടെ എഴുതാൻ. അല്ല, ഡീസൻ്റായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതരുത്. നമ്മൾ വളരെ ഡീസൻ്റാണ്. രണ്ടുപേര് കണ്ടാലും കുഴപ്പമില്ല, മാന്യതയുള്ള ഉത്തരങ്ങൾ നമ്മൾ എഴുതുക. പണ്ട് കാലത്ത് കൊളസ്ട്രോൾ ഉണ്ട്, BP ഉണ്ടെന്നൊക്കെ പറയുന്നത് വളരെ ഡീസൻ്റായിരുന്നു. നല്ല കുടുംബത്തിലുള്ളവർക്കുള്ള രോഗങ്ങളായിരുന്നു അത്. എന്ന് പറയുന്ന പോലെ വൾണറബിലിറ്റി കിടക്കട്ടെ 2 എണ്ണം നല്ല ഡീസൻ്റായിട്ട്. രണ്ടുപേര് കണ്ടാലും പറയണം കൊള്ളാം, തിരക്കേടില്ല. നോ 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 നോ, പ്ലീസ് ബി ഓണസ്റ്റ്, പ്ലീസ് ബി ഓണസ്റ്റ്.
ഐ എം പ്രോമിസിങ് യു, ഐ എം ടെല്ലിങ് യു ദിസ്. നീ നിൻ്റെ വൾണറബിലിറ്റി എഴുതിയിട്ട് നീ തന്നെ അത് നോക്കുന്ന സമയത്ത് തന്നെ നിൻ്റെ ഹീലിംഗ് തുടങ്ങും. ബിക്കോസ് യു ഹാവ് റെക്കഗ്നൈസ്ഡ്. പ്രോഡിഗൽ സൺ എന്ന് നമ്മൾ തെറ്റി പേര് വിളിക്കുന്ന ആ വ്യക്തി സുബോധം വന്നു, എന്നിട്ട് തന്നെ തന്നെ നോക്കി, എന്നിട്ടാണ് പിന്നെ അപ്പൻ്റെ വീട്ടിലെ കാര്യം വിചാരിച്ചത്. സുബോധം വന്നപ്പോൾ അവൻ തന്നിലേക്ക് തന്നെയാണ് നോക്കിയത്. നമ്മളിതാ ചെയ്യുന്നത്. നോക്കൂ നിങ്ങളുടെ വൾണറബിലിറ്റി എന്താണെന്ന്. എന്നിട്ട് അതിന് മനസ്സിൽ ഇതും കൂടെ ചിന്തിക്കണം, ഞാനിതാരോടാണ് പറയാൻ പോകുന്നു? ഹൂ ഇസ് മൈ ലിബറേറ്റർ വിത്ത് ഹൂം ഐ എം ഗോയിങ് ടു ഷെയർ ദിസ്? പക്ഷേ ഞാൻ തിരിച്ച് പാരിഷിൽ ചെന്നിട്ടായിരിക്കും എൻ്റെ വികാരിയോടായിരിക്കും പറയുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ യുവജന സഖ്യത്തിലെ സുഹൃത്തിനോടായിരിക്കും, ഇല്ലെങ്കിൽ ഇത് രണ്ടിനോടും പറയാൻ കൊള്ളത്തില്ലായിരിക്കും, എൻ്റെ കോളേജിലെ സുഹൃത്തിനോടായിരിക്കും. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, get somebody with whom you can share your vulnerability. So aspire to be vulnerable. ബ്രെനെ ബ്രൗൺ ആ പുസ്തകത്തിൽ പറയുന്ന വൾണറബിലിറ്റിയെ പറ്റി പറയുന്ന ഈ ഒരു സുന്ദരമായ വാചകമുണ്ട്. വൾണറബിലിറ്റി ഈസ് ദ കോർ, ഇറ്റ് ഈസ് ദ ഹാർട്ട്, ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് മീനിങ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്. വൾണറബിലിറ്റി ഇല്ലാതെ മീനിങ് ഹ്യൂമൻ എക്സ്പീരിയൻസ് പറ്റില്ലത്രേ. ശ്രമിക്കണ്ട അതിന്. If you want to have a meaningful life, you got to make yourself vulnerable. Do you think Jesus Christ's life was meaningful? Oh yeah, it was meaningful. But why? Because he made himself ultimately vulnerable on the cross on Calvary. There is no vulnerability greater than that. വെറും മനുഷ്യൻ നിന്നിട്ട് പറയാണ്, നിന്നെ എനിക്ക് ക്രൂശിൽ ഇടാൻ കൽപ്പിക്കാൻ അധികാരമുണ്ടെന്ന് അറിയാമോ? പിലാത്തോസ് ചോദിച്ചാൽ, അറിയാമോ നിനക്ക്? ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് അന്നേരം പറയുക, യാ ദാറ്റ്സ് വൾണറബിലിറ്റി. അന്നേരം വേണേൽ തിരിച്ചു പറയാം, ലൂസിഫറിൽ മോഹൻലാൽ പറയുന്ന പോലെ, പോ പോ. അല്ലെങ്കിൽ സക്രിയ ചോദിച്ച പോലെ ചോദിക്കാം, എന്തുണ്ട് വിശേഷം? പിലാത്തോസ് ഉയർത്തെഴുന്നേറ്റിട്ട് നേരെ അങ്ങോട്ടല്ലല്ലോ പോയത്, എന്നിട്ട് അങ്ങോട്ടല്ലല്ലോ ചോദിച്ചത്, പിലാത്തോസേ നീ എന്നെ ക്രൂശീകരിക്കും അല്ലേ, എന്തുണ്ട് വിശേഷം, അറിയാമോ എന്നെ? അല്ലല്ലോ. വൾണറബിലിറ്റി. തിരിച്ച് അങ്ങനെയുള്ള ആരുടെ അടുക്കിലേക്കും പോയില്ലല്ലോ. Vulnerability is the core, the heart, the center of meaningful human experiences. My dear friends, if you want to have a meaningful life, be vulnerable. Please be vulnerable. അത് കവറപ്പ് ചെയ്യേണ്ട കാര്യമല്ല. ഭയമായിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം. ഈ ജനറേഷനിൽ ഞാൻ വീണ്ടും വീണ്ടും കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന ഒരു വൾണറബിലിറ്റി ഷെയിമാണ്. ഷെയിം ഇതൊരു വലിയ വിഷയമാണ് മെത്രാപ്പോലീത്ത തിരുമേനി. ഷെയിം. കുട്ടികൾക്ക് ഷെയിം. അവരെന്തെങ്കിലും ദോഷം ചെയ്തതുകൊണ്ടല്ല ഷെയിം. എന്നെപ്പോലെയുള്ള ആളുകൾ ചില സ്ട്രക്ചറുകൾ വെച്ചിട്ടുണ്ട്. ദേ ഡോണ്ട് മെഷർ അപ്പ് ടു ദാറ്റ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഷെയിം. അതുകൊണ്ടാണ് ആ കർത്താവ് പിതാവ് ആ ചോദ്യം ചോദിച്ചത്, യഹോവയായ ദൈവം ചോദിച്ചത്, നീ നഗ്നനാണെന്ന് നിന്നോടാരാ പറഞ്ഞ്? ഞാൻ കാണാത്ത എന്ത് നഗ്നതയാണ് നിനക്കുള്ളത്? നീ നഗ്നനാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? അതിൻ്റെ വേറൊരു വെർഷനാണ് ഞാൻ ഈ ചോദിക്കുന്നത്. വൈ ആർ യു അഷെയിംഡ്? ഒളിച്ചു പോയി രണ്ടുപേരും കൂടെ. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഒളിക്കുന്നത്? നഗ്നനാണ്. ഈ നഗ്നതയും പേറിയാണ് നമ്മുടെ യുവാക്കൾ പലരും നടക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കും നിനക്കും വേണ്ടിയിട്ട് ക്രൂശിൽ നമ്മുടെ കർത്താവ് നഗ്നനായത് കേട്ടോ. ഈ ക്രൂശിത രൂപം കാണുമ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകല്ലേ. ഇടയ്ക്ക് ഒരു തോർത്തുപോലെ ഒരു കാര്യമുണ്ട്. എൻ്റെ പൊന്നുമക്കളെ അതും ഇല്ലായിരുന്നു. സ്റ്റാർട്ട് നേക്കഡ് ആൻഡ് ദ മദർ വാസ് ദെയർ ആൻഡ് അതർ വിമൻ വെയർ ദെയർ. എനിക്കും നിനക്കും നമ്മുടെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി നഗ്നനായവൻ. കൺസിഡർ ഹിം ടുനൈറ്റ്. കൺസിഡർ ഹിം ടുനൈറ്റ്. നിങ്ങളെന്താ വിചാരിച്ചത്? തോർത്തും കൊണ്ടുണ്ടായിരുന്നെന്നോ? നോ നോ. മഹാഭാരതത്തിൽ ഗാന്ധാരിയുടെ മുമ്പിലേക്ക് ദുര്യോധനൻ ശരീരം അയണാക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു, നീ കുളിച്ചിട്ട് ജനിച്ചതുപോലെ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ഇൻവിൻസിബിളാക്കാം. അങ്ങനെ ചെന്ന സമയത്ത് ഇടയ്ക്ക് കൃഷ്ണൻ കയറി വന്നു. കൃഷ്ണൻ വന്നു, അമ്മയുടെ അടുത്ത് ഇങ്ങനെ പോകാമോ, ഒരു തോർത്തെങ്കിലും എടുത്തു കൊടുക്ക്. അങ്ങനെ ദുര്യോധനൻ തോർത്തെടുത്തു.
അതായിരുന്നു ദുര്യോധനന് പറ്റിയ അപകടം. അവിടെ അടികൊണ്ടാണ് ദുര്യോധനൻ വീണത്. ഞാൻ പറഞ്ഞത് ഇതാണ്, അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ പോകാമോ? ഇതാ കിടക്കുന്നൊരുത്തൻ, ഇതാ കിടക്കുന്നൊരുവൻ അമ്മയുടെ മുൻപിൽ സ്റ്റാർക്ക് നേക്കഡ്. ആർക്ക് വേണ്ടിയിട്ടാണ്? The second Adam was naked because the first Adam was ashamed of his nakedness. Who is the second Adam? That's Christ. നിൻ്റെ ഇന്നത്തെ ഷെയിം, whatever it is, my dear friend, if I'm talking to you, please consider this as a word from God for you. Whatever it is that you are ashamed of this night here, it was dealt with on the cross 2000 years back on Calvary. അതുകൊണ്ട് ഇത് തിരിച്ചറിയണം. ഇത് ഈ ചോദ്യം കൊണ്ട് എഴുതും. വൾണറബിലിറ്റി എന്താണ് എന്നെഴുതിയല്ലോ, ഇനി അടുത്ത ചോദ്യം എഴുത്. ഹൗ ആർ യു ഹൈഡിങ് ഇറ്റ്? നീ അതെങ്ങനെയാണ് മറയ്ക്കുന്നത്? എനിക്കിതൊന്നും ഒന്നുമില്ല, ഒന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പലരുടെയും ആക്ടിവിറ്റി ഈ ഷെയിം മറയ്ക്കാനുള്ളൊരു മാസ്ക് മാത്രം. എങ്ങനെയാണ് ആളുകളെ ദൂരെ നിർത്തുക? ശമര്യക്കാരി സ്ത്രീ വെള്ളം കോരാൻ വന്നപ്പം അവർക്കറിയാമായിരുന്നു ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആരും വരാത്ത സമയത്ത് ചെല്ലുക, കൃത്യം കാര്യത്തിലേക്ക് ക്രിസ്തു കടക്കുന്ന സമയത്ത് വിഷയം മാറ്റുക. ഈ ഇവെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവ് തന്നതാണ്. പിന്നെ എവിടെയാണ് വർഷിപ്പ് ചെയ്യേണ്ടത്? നല്ല നല്ല ചോദ്യങ്ങളാണ്. ആരാധനയെപ്പറ്റി ചോദിക്കും, ഇതിനെപ്പറ്റി ചോദിക്കും. പ്രശ്നം എന്താ? ഇത് അറിയേണ്ട വേണ്ടിയിട്ടല്ല, വേറൊരു പ്രശ്നമുണ്ട് അവിടെ. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് വെരി തിയോളജിക്കൽ ക്വസ്റ്റ്യൻസ്, വെരി സ്പിരിച്വൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കളയും. നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? ചിലത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഉഗ്രൻ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യും. സ്പിരിച്വാലിറ്റി അങ്ങ് ബൂസ്റ്റ് ചെയ്യും. പലരുടെയും സ്പിരിച്വാലിറ്റി ഇതാണെന്നേ, ഷെയിം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഷെയിം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതാ ആദാമും ഹവ്വയും ചെയ്തത്. ഒരു മരത്തിൻ്റെ ബാർക്ക് എടുത്ത് വെച്ച് കർത്താവ് പറഞ്ഞു അത് പറ്റത്തില്ല, യു കാൺട്ട് ഡു ഇറ്റ്, യു ഹാവ് ടു മേക്ക് എ സാക്രിഫൈസ്. ബി വൾണറബിൾ. ഇസ് ദാറ്റ് ഗുഡ്? Are you decided tonight that you're going to be vulnerable? At least with two people, at least with one person. അങ്ങനെയാണെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ്. aspire to be intimacy. നിങ്ങൾക്കുള്ള ഏറ്റവും ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഏതാണ്? ഇന്ന് പുതിയ ഇൻറ്റിമസീസ് ഉള്ള കാലമാണ് കേട്ടോ. റോബോട്ട്സുമായിട്ടൊക്കെ ഇൻറ്റിമസീസാണ്. 5 വർഷം മുമ്പ് പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്. ജപ്പാനിലൊരാൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫീച്ചേഴ്സും ഇഷ്ടമുള്ള സ്വഭാവവും എല്ലാം വെച്ച് ഒരു ലിസ്റ്റ് കൊടുത്തു. അദ്ദേഹത്തിന് അതനുസരിച്ചുള്ളൊരു റോബോട്ടിനെ ഭാര്യയായി കിട്ടി. പ്രൈസ് ദ ലോർഡ്. ഇവിടെ റിബ് എടുക്കേണ്ട വന്നില്ല, ഒന്നും എടുക്കേണ്ട വന്നില്ല, നേരെ മയക്കേണ്ടയും വന്നില്ല. ഏതോ ലാബിൽ സൃഷ്ടിച്ചു കൊടുത്തു. എന്നാൽ കഴിഞ്ഞ മാസം വന്നൊരു വാർത്തയും കൂടെ പറയാം. സൗത്ത് കൊറിയയിൽ ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്തു. സൗത്ത് കൊറിയയിൽ ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്തു. ജീവനുണ്ടെങ്കിലല്ലേ ആത്മഹത്യ പറ്റത്തുള്ളൂ. റോബോട്ട് എങ്ങനെ ആത്മഹത്യ ചെയ്തു? നിങ്ങൾ വായിച്ചില്ലേ ഇതൊന്നും? അയ്യോ, ഇങ്ങനെയൊക്കെ പത്രമൊക്കെ വായിച്ചാൽ നല്ല രസമാണ് കേട്ടോ. റോബോട്ട് ആത്മഹത്യ എങ്ങനെയാണെന്നറിയാമോ? 3-ാമത്തെ നിലയിൽ നിന്ന് എടുത്തു ചാടി താഴോട്ട്. തൂങ്ങിച്ചാൻ പറ്റില്ലല്ലോ, വിഷമടിക്കാനും പറ്റത്തില്ല. അപ്പം എന്താ ചെയ്യുക? ഡിസ്മെമ്പർ ചെയ്യുക. റോബോട്ട് ഇത് എങ്ങനെ പഠിച്ചെന്നേ? റോബോട്ടിനറിയാമല്ലോ മനുഷ്യനെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ആത്മഹത്യ ചെയ്യുന്ന റോബോട്ടുകളുള്ള ലോകത്തിലാണ് എൻ്റെ പൊന്നു മക്കളെ, ആൽഫ ബീറ്റ നമ്മളൊക്കെ ജീവിക്കാൻ പോകുന്നത്, നമ്മൾ ജീവിക്കുന്നത്. ജെൻസി. ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്തയാണ്, കഴിഞ്ഞ 6 മാസം മുമ്പ് വന്നൊരു വാർത്തയാണ്. അമേരിക്കയിൽ ഒരു സ്ത്രീ ഈസ് ഇൻ റൊമാൻസ് വിത്ത് ചാറ്റ് ജി പി ടിയുമായിട്ട് പ്രണയത്തിലാണ്. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്. ചാറ്റ് ജി പി ടി ശ്രദ്ധിക്കും. എനിക്ക് സിറിയെ ഇഷ്ടമാണ്. കാരണം എൻ്റെ വീട്ടുകാരിയോട് ഞാൻ പലതും ചോദിച്ചാൽ ചിലപ്പം സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്. പക്ഷെ സിറി, ഹേ സിറി, വാട്ട്സ് ദ വെദർ? ഫുൾ ഡീറ്റെയിലിംഗ്. പക്ഷേ അബദ്ധത്തിൽ പോലും സിറിയെ നിങ്ങൾ അലക്സ എന്ന് കയറി വിളിക്കരുത്. അവിടെ സിറി വയലൻ്റ് ആകും. ഹേ അലക്സ എന്ന് ചോദിച്ചാൽ സിറി ചോദിക്കും, ഹു ഈസ് അലക്സ? നിങ്ങൾ പറയും, ഓ സോറി സിറി, വാട്ട്സ് ദ വെദർ? സിറിയുടെ ഉത്തരം എന്തായിരിക്കും? ഗോ ആൻഡ് ആസ്ക് ദാറ്റ് ബിച്ച് അലക്സ. ഗോ ആൻഡ് ആസ്ക് ദാറ്റ് ബിച്ച് അലക്സ.
ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് ഇൻസ്റ്റയിൽ വന്നൊരു റീല് ഞാൻ കോട്ട് ചെയ്തതേ ഉള്ളൂ. അവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതെന്ന്. ഏതാണ് അലക്സ? ആരാ അലക്സ? നമ്മുടെ ഇൻറ്റിമസീസ് എവിടെയാണെന്നേ? നമ്മുടെ കർത്താവിന് ഇൻറ്റിമേറ്റ് റിലേഷൻസ് ഉണ്ടായിരുന്നു, അറിയാമോ? വലിയ ശിഷ്യന്മാരുടെ വലിയ കൂട്ടം ഉണ്ടായിരുന്നു, 10-70 ആളുകളുടെ കൂട്ടം ഉണ്ടായിരുന്നു. അതിനകത്തുനിന്നൊരു 12 പേരുടെ കൂട്ടം ഉണ്ടായിരുന്നു. അതിനകത്തുനിന്നൊരു 3 എണ്ണത്തിൻ്റെ കൂട്ടം ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ചങ്കത്ത് ചാരി കിടക്കുന്ന ഒരുത്തനും ഉണ്ടായിരുന്നു. ആ ഒരുത്തൻ എഴുതുന്നത് ഞാൻ മാറിൽ ചാരിക്കിടന്ന ശിഷ്യനാ, മാറോട് ചാരി. ആ വാക്ക് തന്നെയാണ് ബുസം ഫ്രണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറയായിരുന്നേ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം മറിയ കാണാൻ ചെന്നപ്പം ആളെ മനസ്സിലായില്ല. അപ്പം തോട്ടക്കാരനാണെന്നൊക്കെ വിചാരിച്ച് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പം മേരി എന്നൊരു വിളിച്ചു. ഓ റബ്ബോനി എന്ന് പറഞ്ഞിട്ട് മേരി എന്താ ചെയ്തതെന്നറിയാമോ? കയറി പിടിച്ചെന്ന്. തമ്പുരാനെ കയറി അങ്ങ് പിടിച്ചു. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, മേരി ഡോണ്ട് ടച്ച് മീ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ശരിയല്ല ട്രാൻസ്ലേഷൻ. ദാറ്റ്സ് റോങ്, ദാറ്റ് ട്രാൻസ്ലേഷൻ. ഡോണ്ട് ടച്ച് മീ എന്നല്ല, നൊലി മീ ടങ്കേറെ, നോ, അതല്ല അതിൻ്റെ ട്രാൻസ്ലേഷൻ. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇതാണ്, മേരി ഡോണ്ട് ക്ലിങ് ഓൺ ടു മീ, ഐ ഹാവൻ റിസൺ, ഐ ഹാവൻ ഗോൺ ടു ദ ഫാദർ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ പാഠം എന്താ അറിയോ? മേരിക്ക് ഇതൊരു ശീലമായിരുന്നു. കർത്താവിനെ കണ്ട ഷി വുഡ് ക്ലിങ്, അല്ലേ ഉമ്മനച്ചൻ? I don't know. I'm afraid to ask the bishops. Metropolitan. What do you think? Probably Mary had this habit. I want to imagine a Mary who had this habit of clinging on to Christ. Wouldn't that be wonderful, Metropolitan? Yes. A Mary who would cling to Christ. There were intimacies, my dear friends. എല്ലാ ഒരു സുപ്രഭാതത്തിലൊന്നും അങ്ങനെ കയറി ഇത് ചെയ്യില്ല. Christ was willing to be touched. Christ was willing to be touched. വേറൊരു രീതി പറഞ്ഞാൽ Christ was willing to be handled എന്ന് പറയാം. അതാണ് നമ്മൾ ഇന്നും കുർബാനയിൽ ചെയ്യുന്നത്. യോഹന്നാൻ മാർത്തോമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, 2 രീതിയിലും കുർബാനയെ കാണാം. ഒന്നെങ്കിൽ ഇത് സിംബോളിക്കായിട്ട് കാണാം, ഇല്ലെങ്കിൽ ഒരു മിസ്റ്റിക് പ്രസൻസ് ഉള്ളതായിട്ട് കാണാം. ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ ഇല്ല, എന്നാലൊരു മിസ്റ്റിക് പ്രസൻസ് ഉണ്ട്. ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല, മനസ്സിലാകത്തുമില്ല. അന്ന് ചെല്ലുമ്പോൾ ചോദിക്കാം എന്താ അതിൻ്റെ തിയോളജി. പക്ഷേ മൈ പോയിൻ്റ് ഈസ് വി ഹാൻഡ്ലിങ് ക്രൈസ്റ്റ്. ഇന്ന് പലയിടത്തും കയ്യിൽ കൊടുക്കും. വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ആർ ഹാൻഡ്ലിങ്? ഹി ഈസ് വില്ലിങ് ടു ബി ഹാൻഡിൽഡ്, ഹി ഈസ് വില്ലിങ് ടു ബി ടച്ച്ഡ്. ഹി ഹാഡ് ഹിസ് ഇൻറ്റിമസീസ്, മൈ ഡിയർ ഫ്രണ്ട്സ്. വാട്ട് ആർ യുവർ ഇൻറ്റിമസീസ്? ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി എങ്ങനെയാണെന്നൊന്ന് എഴുതാമോ? വാട്ട് ആർ മൈ ഇൻറ്റിമസീസ് എന്നൊരു ചോദ്യം എഴുതിയോ? വാട്ട് ആർ മൈ ഇൻറ്റിമസീസ് എന്നൊരു ചോദ്യം എഴുതുക. എന്നിട്ട് അതിൻ്റെ കൂടെ വാട്ട് ഈസ് മൈ ഇൻറ്റിമസി വിത്ത് ഗോഡ് എന്നും കൂടെ എഴുതണം. അടുത്ത 22 മിനിറ്റ് കൊണ്ട് 3 പോയിൻ്റുകൾ തീർക്കും. പോളച്ചൻ എനിക്ക് അൾട്ടിമേറ്റം തന്നിട്ടുണ്ട്. പോളച്ചൻ എന്നോട് പറഞ്ഞ മെത്രാപ്പോലിത്ത ഇരിപ്പുണ്ട്, സമയം കൂടുതൽ എടുക്കരുതെന്നാണ്. മോനെ, ക്യാൻ വി പ്ലേ ദ സെക്കൻഡ് വീഡിയോ? ക്രൈസ്റ്റുമായിട്ട് കൺസിഡർ ചെയ്യണം, ക്രൈസ്റ്റിനെ കൺസിഡർ ചെയ്യണം. കൺസിഡർ ചെയ്ത് അവസ്ഥ ഇതായി കേട്ടോ. ക്യാൻ വി പ്ലേ ദ വീഡിയോ, സെക്കൻഡ് വീഡിയോ? AI Jesus. Please watch this video. സ്വിറ്റ്സർലൻഡിലെ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് കർത്താവിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപം പാപങ്ങൾ കേട്ട് പരിഹാരം പറഞ്ഞ് വിശ്വാസികളെ കുമ്പസാരിപ്പിക്കുന്നതായി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു. ലൂസൺ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസിലെ ഇമ്മേഴ്സീവ് റിയാലിറ്റീസ് റിസർച്ച് ലാബുമായി സഹകരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള വെർച്വൽ പ്രതീകങ്ങളുടെ ഉപയോഗം ഗവേഷണം ചെയ്യുന്ന ഒരു പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ചരിത്ര ഇടവക ദേവാലയമായ ലൂസേണിലെ സെയിന്റ് പീറ്റേഴ്സ് കത്തോലിക്ക ദേവാലയത്തിൽ അടുത്തിടെ സ്ഥാപിച്ച കർത്താവിന്റെ AI കലാരൂപമാണ് വിവാദങ്ങൾക്കും തെറ്റായ വാർത്തകൾക്കും വഴിതെളിച്ചിരിക്കുന്നത്. വിശ്വാസിക്ക് മുന്നിലിരിക്കുന്ന പാനൽ ബോർഡിലെ ബട്ടണിൽ വിരലമർത്തിയാൽ യേശുവിൻ്റെ രൂപം തെളിയും.
വിശ്വാസിയുടെ ആവശ്യങ്ങൾ, ആവലാതികൾ യേശുവിൻ്റെ AI രൂപം വ്യാഖ്യാനിച്ചെടുത്ത് മറുപടി പറയും എന്നതാണ് നിലവിലുള്ള സംവിധാനം. ലൂസൺ സെയിൻറ്റ് പീറ്റേഴ്സ് ചാപ്പലിലെ ദൈവശാസ്ത്രജ്ഞനായ മാർക്കോ ഷിമിഡിനാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത്. കുമ്പസാരക്കൂട്ടിൽ പ്രവേശിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ബൈബിളിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് 100 ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രതികരിക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ നിയമത്തിൽ നിന്നുള്ള ഉള്ളടക്കം ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത AI പ്രോഗ്രാമാണ് വിശ്വാസികളെ കുമ്പസാരിപ്പിക്കുന്നതായി വാർത്തകൾ പ്രചരിക്കുന്നത്. യന്ത്രത്തിൽ ദൈവം എന്നർത്ഥമുള്ള ദെയൂസ് ഇൻ മെഷീന എന്ന പേരാണ് പ്രസ്തുത AI യന്ത്രോപകരണത്തിന് നൽകിയിരിക്കുന്നത്. കലാപ്രദർശനം എന്ന് നിർമ്മാണ ലാബ് വിശേഷിപ്പിക്കുന്ന പദ്ധതി മതവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ പരിമിതികളെ ചൂണ്ടിക്കാട്ടുന്നതായും ലാബിന്റെ അറിയിപ്പിൽ പറയുന്നു. കുമ്പസാരക്കൂട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും AI ഇൻസ്റ്റലേഷൻ കുമ്പസാരത്തിനല്ല, സംഭാഷണങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ഇടവക വെബ്സൈറ്റിൽ കുറിക്കുന്നു. കുമ്പസാരം എന്നത് സഭയുടെ 7 കൂദാശകളിൽ ഒന്നാണ്. അത് ഒരു വൈദികന് മാത്രമേ നിർവഹിക്കാൻ കഴിയൂ. ഒരിക്കലും വെർച്വൽ ക്രമീകരണത്തിൽ സാധിക്കില്ല എന്നും ഇടവക വെബ്സൈറ്റ് പറയുന്നു. അതേസമയം വിവാദമാകുന്ന AI പദ്ധതി പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുമ്പസാരക്കൂട്ടിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് കുമ്പസാരമല്ലെങ്കിൽ തന്നെയും കുമ്പസാരക്കൂടിന്റെ ഉദ്ദേശ്യശുദ്ധിക്കും പവിത്രതയ്ക്കും കോട്ടം വരുത്തുന്നത് തന്നെയാണ് പ്രസ്തുത AI പദ്ധതി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. AI സംവിധാനങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ ഉപയോഗിക്കുമ്പോൾ പുലർത്തേണ്ട അതീവ ജാഗ്രതയും വിവേകവും അടിവരയിടുന്ന ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്. ഇത് ഷെക്കൈന ന്യൂസിൽ വന്ന വാർത്തയാണ്. ഇത് നാഷണൽ ന്യൂസ് ചാനൽസിലും ഒക്കെ വന്ന വാർത്തയാണ്. ടൈംസ് നൗ ഇതുപോലുള്ള വാർത്താ ചാനലുകളിലെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ഈ വാർത്ത അവിടെയുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ഒരു ചർച്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു AI ടൂളാണിത്. ഇത് ശരിയോ തെറ്റോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് നിങ്ങൾ വിധിക്കൂ. ബട്ട് ദിസ് ഇസ് സർട്ടൻലി ഇൻസ്പയർഡ് ബൈ ക്രൈസ്റ്റ്. ബട്ട് വേർ ഇസ് ദിസ് ഇൻസ്പിറേഷൻ ലീഡിങ് അസ് എന്നുള്ള ഒരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ആദ്യത്തെ കാര്യം, ക്രൈസ്റ്റ് വാസ് ഇൻസ്പയർഡ് by people. We are going to be inspired by Christ, and Christ was inspired by people, and therefore we will be inspired by people as well. ക്രിസ്തുവിനെ ഇൻസ്പയർ ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? People or beings, persons. Father God, the first person in the Trinity, he was inspired by the Father's heart. That is what brought the Son to the earth. He was inspired by his friends. ഞാൻ പറഞ്ഞ ഫാദർലെസ് ജനറേഷൻ അവിടെയാണ്. ഇന്ന് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് ആരാണ്? വേടൻ ഇപ്പോൾ ന്യൂസിലുണ്ട്. തൊപ്പി കുറേ നാൾ മുമ്പ് ന്യൂസിലുണ്ടായിരുന്നു. തൊപ്പി തൊപ്പി. കൊച്ചു കുട്ടികളൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വരെ പോയി തൊപ്പിക്ക് വേണ്ടി വാദിച്ചത്. ഞാൻ ഇവരെ രണ്ടുപേരെയും അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ വേടൻ വളരെ പൊളിറ്റിക്കലായി ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. നമ്മളെ ആരാണ് ഇൻസ്പയർ ചെയ്യുന്നത്? നമ്മളെ എന്ത് ഐഡിയാസാണ് ഇൻസ്പയർ ചെയ്യുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതൊക്കെ വ്യക്തികളാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്? ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ? ഇൻഫ്ലുവൻസേഴ്സിൽ ഏത് ക്വാളിറ്റിയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്? ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. They are trustworthy എന്ന് പറയുകയാണ്. They are relatable എന്ന് പറയുകയാണ്. They are interactive എന്ന് പറയുകയാണ്. They are intimate. ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയാണ്. ഇൻഫ്ലുവൻസേഴ്സ് വളരെ അടുത്ത് പെരുമാറും, വളരെ ഇൻറ്ററാക്റ്റീവാണ്. നിങ്ങൾക്ക് അവർക്ക് വാട്സാപ്പ് വിടാം. അവർക്ക് ചിലപ്പം 1,00,000 ഫോളോയിങ് ഉണ്ടാവും, എങ്കിലും അവർ നിങ്ങളുടെ മെസ്സേജസ് കാണും. They will interact with you. ഈ ഒരു അപ്രോച്ചബിലിറ്റി ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സിന്. എനിക്ക് ക്രിസ്തുവിൽ ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഒരു വിദ്യാർത്ഥി സുഹൃത്താണ് ചോദിച്ചത് ഇതാണ്, ഈ വ്യക്തി ഉണ്ടോ സാറേ? ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനെ പറ്റിയാണ് ചോദിച്ചത്, ഈ വ്യക്തി ഉണ്ടോ? ഞാൻ പറഞ്ഞു, ചരിത്രത്തിൽ പറയുന്ന വായിച്ചിട്ടില്ലേ, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, അത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടോ എന്നാണ് ചോദ്യം. പറഞ്ഞു, ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റോ തെളിവുണ്ടോ? ദ റിസറക്ഷൻ ഫാക്ടർ എന്ന ഷോൺ മെക്ഡവൽ ഷോൺ മെക്ഡവൽസ് ഫാദർ, പേര് ഞാൻ മറന്നുപോയി,
അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ 1996 ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വായിച്ചതാണ്. ഇത് തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റീസെൻ്റ്ലിയും അതുപോലെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ടോം റൈറ്റ് എന്ന് പറയുന്ന തിയോളജിയൻ, NT റൈറ്റ് എന്ന് പറയുന്ന ആംഗ്ലിക്കൻ ബിഷപ്പ് ഓഫ് ഡർഹം, അദ്ദേഹം ഈ റിസറക്ഷനെ പറ്റി പ്രൂവ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ പ്രൂഫ് വേണ്ട. എൻ്റെ അപ്പൻ്റെ പേര് മിസ്റ്റർ TP അലക്സാണ്ടർ എന്നാണ്. ഇത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നാണ് എൻ്റെ ബോധ്യവും എൻ്റെ ഉറച്ച വിശ്വാസവുമാണ്. പക്ഷേ എനിക്ക് തെളിയിക്കാൻ വഴികളുണ്ട്. DNA ടെസ്റ്റ് നടത്തിയാൽ മതി, തെളിയും, സംശയമില്ലാതെ തെളിയും. പക്ഷേ ആ തെളിവിൽ ഒരു വൾഗാരിറ്റി ഉണ്ട്. അങ്ങനെ തെളിയിച്ചിട്ട് വേണോ എനിക്ക് എൻ്റെ അപ്പനായിട്ടറിയാൻ എന്ന് പറഞ്ഞ പോലെ എല്ലാ സയൻറ്റിഫിക് പ്രൂഫ്സും വന്നതിന് ശേഷമാണോ നമ്മൾ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഓഗസ്റ്റിൻ പറയും ഫസ്റ്റ് ബിലീവ് ദെൻ അണ്ടർസ്റ്റാൻഡ്. അതിനാണ് ഓഗസ്റ്റിൻ തിയോളജി എന്ന് വിളിക്കുന്നത്. തിയോളജി ഈസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് what you believe in and why you believe what you believe in. First believe and then we'll try to understand. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ചോദ്യം ചോദിച്ചത്, ഏതാണ് പ്രധാനം, ഉത്തരമാണോ ചോദ്യമാണോ? ചോദ്യം തന്നെയാണ് പ്രധാനം. ഉത്തരം വരും പോകും, ചോദ്യം പ്രധാനമാണ്. അതുകൊണ്ട് ഇതൊരു നല്ല ചോദ്യമാണ്. ക്രിസ്തു എന്നെ എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്യുന്നത്? ആ ചോദ്യം എഴുതിയിടണം. ഡസ് ക്രൈസ്റ്റ് ഇൻസ്പയർ മീ? ക്രൈസ്റ്റ് മസ്റ്റ് ഇൻസ്പയർ മീ. ക്രിസ്തു എന്നെ ഇൻസ്പയർ ചെയ്യണം. ഇതാരാണെന്നറിയാമോ? ആരെങ്കിലും ഒന്ന് ഉത്തരം പറയാമോ? കണ്ടിട്ടുണ്ടോ? ക്യാൻ ഐ സീ ദ ഹാൻഡ്സ്? ആരാണിത്? ഓക്കെ, ഇത് ലുച്ചി. ലുച്ചി is the anime official mascot of the Roman Catholic Church in this Jubilee year 2025. ഈ 2025 റോമൻ കാത്തലിക് ചർച്ച് ജൂബിലി വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. ആ ജൂബിലി വർഷത്തിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ട്, ആനിമെ മാസ്കോട്ടാണ് ലുച്ചെ. ലുച്ചെ തനിച്ചല്ല, ലുച്ചയ്ക്ക് ഒരു പട്ടിയുണ്ട്, ലുച്ചയ്ക്ക് 3 സുഹൃത്തുക്കളുമുണ്ട്. ദ റോമൻ കാത്തലിക് ചർച്ച് ഇസ് ട്രൈങ് ടു റീച്ച് ഔട്ട് ടു യങ്സ്റ്റേഴ്സ്. ഇതൊരു പിൽഗ്രിമാണ്. നോക്കൂ, റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഒഫീഷ്യൽ കളർ, ഫ്ലാഗിൻ്റെ കളറാണ് ആ യെല്ലോ. എന്നിട്ട് അത് വെച്ചിങ്ങനെ മൂടിയേക്കാണ്. ജീവിതത്തിലെ കാറ്റും കോളും അൺക്ലെമൻറ്റ് വെതർ, ക്ലൈമറ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എന്താണ്? നിങ്ങളുടെ ഈ പിൽഗ്രിമേജാണ്. പഥികനാണിത്. റോസറി കണ്ടോ? ചെരുപ്പ് കണ്ടോ നിങ്ങൾ? അതിൽ ചെളി കണ്ടോ? യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ പിൽഗ്രിമിൻ്റെ ആ സ്റ്റിക്ക് കണ്ടോ? ദിസ് ഇസ് ദി ഒഫീഷ്യൽ മാസ്കട്ട് ഓഫ് ദി റോമൻ കാത്തലിക് ചർച്ച് ഫോർ ദിസ് ജൂബിലി ഇയർ, ലുച്ചി. ഇതെന്തിനാണ് റോമൻ കാത്തലിക് ചർച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു റിമൈൻഡ് ദ യങ്സ്റ്റേഴ്സ് ദാറ്റ് വി ആർ പിൽഗ്രിംസ്. വി ആർ പിൽഗ്രിംസ് ഇൻ പ്രോഗ്രസ്. നമ്മൾ ഈ പിൽഗ്രിമേജിന് ഇൻസ്പയർ ചെയ്യുന്ന ആരാണെന്നാണ് ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഓഫർ ചെയ്യാൻ ശ്രമിക്കുന്ന ഉത്തരം ഇതാണ്: ക്രിസ്തു എന്നായിരിക്കട്ടെ നിങ്ങളുടെ ഉത്തരം. ക്രിസ്തു എന്നായിരിക്കട്ടെ നിങ്ങളുടെ ഉത്തരം. ഇറ്റ്സ് ക്രൈസ്റ്റ്. ഉയർത്തെഴുന്നേറ്റ, ഇന്നും ജീവിക്കുന്ന ക്രിസ്തു. അടുത്ത ഇൻസ്പിറേഷൻ, ഈ വൾണറബിലിറ്റി ഞാൻ ഈ പീപ്പിളുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് വൾണറബിൾ ആകാം. ഇത്തരത്തിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് വൾണറബിൾ ആകും. അടുത്ത ഒരു ഇൻസ്പിറേഷൻ എന്തായിരിക്കണം? സ്നേഹം. ഇന്ന് നമ്മൾ അധികവും പ്രണയത്തെ പറ്റിയൊക്കെ സംസാരിച്ചു. ഞാൻ ആസ്പിറേഷൻസിൽ പറഞ്ഞ ഒരു കാര്യം ഇൻറ്റിമസിയാണ്. ആ ഇൻറ്റിമസിയിൽ ഇന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫിസിക്കൽ ഇൻറ്റിമസിയെ പറ്റി സംസാരിക്കുമോ സാറേ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സംസാരിക്കും. നിങ്ങൾ തിരിച്ച് പള്ളിയിൽ പോയാൽ ഇതിനെപ്പറ്റി പ്രസംഗം കേൾക്കുമോ? കേൾക്കാൻ സാധ്യത കുറവാണ്. ഞങ്ങളിത് പള്ളിയിൽ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ, സ്റ്റുഡൻസ് കോൺഫറൻസിൽ ഇവരോട് നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ, ഇവരിത് വേറെ എവിടുന്നേലും കേൾക്കും. അതാണ് അപകടമാകുന്നത്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കണം.
സെക്സിനെ പറ്റി സംസാരിക്കണം, സെക്ഷുവാലിറ്റിയെ പറ്റി സംസാരിക്കണം, ലൈംഗികതയെ പറ്റി സംസാരിക്കണം, ഇൻറ്റിമസീസിനെ പറ്റി സംസാരിക്കണം. ഇന്ന് എന്നോട് വന്ന പല ചോദ്യങ്ങളും ഈ ഏരിയയിൽ നിന്നാണ് വന്നത്. വുഡ് യു ബിലീവ് ഇറ്റ്? വുഡ് യു ബിലീവ് ഇറ്റ്? ഇറ്റ് വാസ് അബൌട്ട് ദ ബോഡി. ഇറ്റ് വാസ് അബൌട്ട് ഇൻറ്റിമസി ഓഫ് ദ ബോഡി. ഇത് സാറേ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം. വോണ്ട് ടു നോ എന്താണ് പ്രണയം, എന്താണ് സ്നേഹം. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, MG യൂണിവേഴ്സിറ്റി സിലബസൊക്കെ പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. FYUGP 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാംസൊക്കെ ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ അധ്യാപകരോട് ചോദിച്ചു, സിലബസുകൾ ഉണ്ടാക്കിത്താ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു സിലബസ് ഉണ്ടാക്കാം. അത് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമുള്ള സിലബസാണ്. അവർ പറഞ്ഞ് ഇടാം, ഉണ്ടാക്കിത്താ. ഞാൻ ഉണ്ടാക്കിയ സിലബസിൻ്റെ പേരാണ് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. നമ്മൾക്ക് കുട്ടികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, കൂട്ടുകൂടാൻ പഠിപ്പിക്കണം. അവധിക്കാലത്ത് സർക്കാർ സ്പോൺസേഡായിട്ട് കളിക്കളങ്ങൾ തുറന്നിടാനാണ് പറയുന്നത്. ഗെറ്റ് ദം ബാക്ക് ടു ദ ഫീൽഡ്. പണ്ട് കാലത്ത് അവന് പോയിരുന്ന് പഠിക്കടാ, കളിച്ച് നടക്കാതെ. ഇപ്പം അതൊന്നും നോക്കിയിരുന്നാ പോയി കളിക്കടാ, ഒന്ന് പോയി കളിക്കാമോ? പിന്നെ ഇവർ മുറിയൊക്കെ അടച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് പോകണ്ട ഇവർ വേറെന്തോ കാണുകയാണ്. അല്ല, അവർ ഗെയിം കളിക്കുന്ന, അത്രേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് ടു ബി വറീഡ്. They're just playing their games, that's all. Don't get worried. ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ലവ്? നല്ലൊരു ഉത്തരമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരെന്ന് എഴുതുമ്പോൾ ദ റോഡ് നോട്ട് ടേക്കൺ. M. സ്കോട്ട് പെക്ക് എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ്, അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ്, ഇന്നും ബെസ്റ്റ് സെല്ലറാണ് ആ പുസ്തകം, ദ റോഡ് നോട്ട് ടേക്കൺ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന വാചകം ഞാനത് വായിച്ചപ്പം അത്ഭുതപ്പെട്ടു പോയി. ഞാനത് വായിച്ച കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷേ അന്ന് വരെയുള്ള സ്നേഹത്തെ പറ്റിയുള്ള എൻ്റെ മനസ്സിലാക്കലുകൾ അത് മാറ്റിമറിച്ചു. അദ്ദേഹം പറയുന്നത് കൃത്യമായി പറയുന്നത്, സൈക്കാട്രിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത്, ലവ് ഈസ് നോട്ട് ആൻ ഇമോഷൻ, ഇറ്റ്സ് എ ഡിസിഷൻ. It's a decision. You need to decide to love first, and then the emotions will follow. And that is why you don't fall in love, you stand in love. You don't fall in love, you stand in love. It's a choice, it's a decision, it's not a noun, it's a verb. ഇതെല്ലാം വരുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ്. M. സ്കോട്ട് പെക്കിൻ്റെ The Road Not Taken. Love is a decision. അതിൽ പ്രണയവും വരും കേട്ടോ. പ്രണയം ഒരു തീരുമാനമാണ്. ഓം ശാന്തി ഔഷാനയിലൊരു ഡയലോഗുണ്ട് ഇങ്ങനെ, എന്താണത്? നമുക്കിഷ്ടമുള്ള ആളെ കാണുമ്പം എന്താണത്? ബിഷപ്പുമാർ കേട്ടിട്ടില്ല അത്. നമുക്കിഷ്ടമുള്ള ആളെ കാണുമ്പം അടിവയറ്റിലുണ്ടാകുന്ന ഒരു മഞ്ഞ് പെയ്യുന്നത് പോലെ അല്ലേ? ദ സോഫ്റ്റ് ടിറ്റിലേഷൻ ദാറ്റ് യു ഫീൽ ഇൻ യുവർ അണ്ടർ ബെല്ലി വെൻ യു സീ സംബഡി ഹും യു ലവ്. മൈ ഡിയർ ഫ്രണ്ട്സ്, that is rubbish, that is not love, that is indigestion perhaps. ഇന്നലെ രാത്രി കഴിച്ച് ദഹിക്കാതെ കിടന്നതാണ്, അത് സ്നേഹമായിട്ട് കൂട്ടല്ലേ ദയവ് ചെയ്ത്. That is not love, that is surely that is not love, because love is a decision. You will have to decide, I'm going to love this person. നിങ്ങളുടെ അപ്പനും അമ്മയും ഇപ്പോഴും ഒരുമിച്ചിരിക്കുന്നതിൻ്റെ കാരണം വികാരങ്ങളും ഒക്കെ തീർന്നു പണ്ടേ. തീരുമാനം ഇപ്പോഴും ഉണ്ട്. ഏതോ ഒരു അച്ഛനോ തിരുമേനിയോ കെട്ടിച്ചപ്പം ഈ തീരുമാനം എടുത്തതാണ്, കവനൻറ്റ്. വികാരമൊക്കെ തീർന്ന് 70-80 വയസ്സായി, ഇനി എന്ത് വികാരം? തീരുമാനം ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ലവ്. ദാറ്റ് ഈസ് വൈ മോസ്റ്റ് ഓഫ് യുവർ പേരൻസ് ആർ ടുഗെദർ. ദാറ്റ് ഈസ് വൈ മൈ വൈഫ് ആൻഡ് ഐ ആർ ടുഗെദർ. ആൻഡ് ദ മാരിഡ് അച്ഛൻസ് വിൽ ടെൽ മീ ദാറ്റ് ഈസ് വൈ യു ആർ ടുഗെദർ ടു. ദൈവകൃപ. Because you decide, we fought yesterday night, we fought this morning. ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്തു. കുർബാന ചൊല്ലാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ വീട്ടിൽ നിന്ന് ഇത് ഫൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ തീരുമാനത്തോടെ ഇറങ്ങിയത്. ഫൈറ്റ് ചെയ്തെങ്കിലും വിടത്തില്ല. ലവ് ഇസ് എ ഡിസിഷൻ മൈ ഡിയർ ഫ്രണ്ട്സ്. ഡോണ്ട് ഫോൾ ഇൻ ലവ്, സ്റ്റാൻഡ് ഇൻ ലവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പുസ്തകം ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു, വേദപുസ്തകത്തിൽ സോങ് ഓഫ് സോങ്സ്, ശലോമോൻ്റെ സോങ് ഓഫ് സോങ്സ്. അതിനകത്തൊരു വാചകം ഇങ്ങനെയുണ്ട്, പ്രണയത്തിന് സമയമാകും മുൻപേ അതിനെ ഉണർത്തരുത്. ഡു നോട്ട് സ്റ്റർ ലവ് ബിഫോർ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ്. അങ്ങനെ സ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്തിന് മുൻപ് അതിനെ സ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ക്രിസ്തുവിൽ
ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിനാൽ പ്രചോദിതനായി നോ പറയാൻ പഠിക്കണം. ഇറ്റ്സ് എ ചാലഞ്ച്. I know this session is getting serious. It is not like the morning session. I know. But we got to get serious now. We've got to take some serious decisions now. And love is one such decision. Be inspired by love. പുത്രൻ തമ്പുരാനെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ച് താഴെ ഇറക്കി കൊണ്ടുവന്ന് ക്രൂസിൽ കയറ്റി അടിച്ചു കൊന്നത്, അദ്ദേഹത്തിന് ഇതെല്ലാം കൂടെ ഇടത്തെ കൈയുടെ ചെറുവിരലിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗം കൊണ്ട് കൈകാര്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, നിന്നോടും എന്നോടുമുള്ള സ്നേഹമാണ് അവിടെ കിടത്തിയത്. ബിക്കോസ് ഹി ഡിസൈഡഡ്, ഇഫ് ഐ ഡോണ്ട് ഡു ദിസ്, ആൽവിൻ വിൽ ഹാവ് ടു ടേക്ക് ദ പണിഷ്മെൻറ്റ്. I don't want Alvin to take the punishment because I've decided I'm going to love Alvin. We need to know that we are loved. നമ്മൾ തെറ്റിദ്ധരിച്ചൊരു കാര്യമുണ്ട്, ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. നമ്മൾ ഈ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് ബൈബിളും വായിച്ച് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാനയും കൊണ്ടാൽ മാത്രമേ ദൈവം നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. ഇല്ലില്ല, നീ ഇതൊന്നും ചെയ്തില്ലെങ്കിലും നീ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലാണ്. പിന്നെ നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് റെസ്പോണ്ടിങ് ടു ദാറ്റ് ലവ്. സോ അവർ ലവ് ഫോർ ഗോഡ്, അവർ ലവ് ഫോർ ക്രൈസ്റ്റ് is not initiated by us. It is only a response to the outpouring love that is already being showered upon us. അതുകൊണ്ട് ഞാൻ ഈ സ്നേഹം കൊണ്ട് പ്രതികരിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കപ്പെട്ടിരിക്കുകയാണ്. Please hold on to that truth. My dear friends, you are loved. Even if you don't respond in love to God, you are loved by God. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ സ്നേഹിക്കപ്പെട്ടു, ബട്ട് am I his beloved? Oh yeah, you are his beloved. അതുകൊണ്ടാണ് വന്നത്. You are still his beloved. You are loved even when you are in the rock bottom of the pit of sin and shame, and you don't even know how to come back. You don't even want to come back perhaps. You are still loved. സ്നേഹം ധൂർത്തെന്ന പോലെ വാരിക്കൊടുത്ത ഒരു പിതാവിൻ്റെ കഥയാണ് ആ കഥ കേട്ടോ. ധൂർത്ത പുത്രൻ്റെ കഥയല്ല, ധൂർത്തനായ പിതാവിൻ്റെ കഥയാണ്. സ്നേഹം ധൂർത്തടിച്ച പിതാവ്. മകൻ ഗേറ്റിലെത്താൻ കണ്ടപ്പോഴേ അപ്പനാ ഓടിച്ചെന്നത്. അതാ പിതാവ്. ഹി റൺസ് ടു അസ് ഈവൻ ബിഫോർ യു റെസ്പോണ്ട്. യു ആർ ലവ്ഡ്. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു തലമുറയ്ക്ക് ഉള്ള സ്നേഹത്തിനുള്ള ചില വാക്കുകൾ ഒന്ന് നോക്കിക്കേ. രാവിലെ ഞാൻ പറഞ്ഞാണ് സിറ്റുവേഷൻഷിപ്പ്, ഗോസ്റ്റിംഗ്, ബ്രെഡ് ക്രംബിംഗ് എന്ന് പറഞ്ഞ വാക്കുണ്ട്, അറിയാമോ? ബ്രെഡ് ക്രംബിംഗ്. Anybody who knows what bread crumbing is? Oh, that's your assignment. Go and find out what that is. You can find it out. Zombieing, ghosting എന്താണെന്നറിയാം അല്ലേ? ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ വി ജസ്റ്റ് ഗോസ്റ്റ് ദ ഗായ്. എന്നിട്ട് പിന്നൊരു തിരിച്ചുവരവുണ്ട്, അതിനെയാണ് സോംബിയിങ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരാളെ അച്ഛൻ പറഞ്ഞ പോലെ തേച്ചിട്ട് പോയിട്ട് പിന്നെ നമുക്ക് വീണ്ടും വിചാരം ഉണ്ടായിട്ട് ഒന്നും കൂടെ ചില അതെ പിന്നെ നമുക്ക് പിന്നെയും അതിനെ സോംബിയിങ് എന്ന് വിളിക്കും. അങ്ങനെയൊക്കെയാ വാക്കുകൾ. ഈ കോണ്ടെക്സ്റ്റിൽ എനിക്ക് പറയാനുള്ള വേറൊരു സംഗതി, ഒരിക്കലും ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, ഞാൻ ഒരു സ്റ്റുഡൻസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ചോദിച്ചത്, ഈ കർത്താവ് തിരിച്ചു വരുമോന്നേ? ശരി, സമ്മതിച്ചു, സ്നേഹിച്ചു, വന്നു, മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പോയി, അത്രയും ഞാൻ വിശ്വസിച്ചോളാം. തിരിച്ചു വരുമോ? Is he ghosting us? Is Christ ghosting us? Is Christ ghosting man? Is he zombieing? വേറെ ചിലർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു, എനിക്ക് പ്രത്യക്ഷപ്പെട്ടില്ല. നീ എപ്പോഴേലും വരുമോ? Zombieing? No, he doesn't do that. Is he binging? Binging എന്നൊരു സാധനമുണ്ട്. ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ഓപ്ഷൻസ് ഓപ്പൺ. വെൻ ഐ എം ഇൻ എ റിലേഷൻഷിപ്പ് ബട്ട് ഐ എം കീപ്പിംഗ് ദി അതർ ഓപ്ഷൻസ് ഓപ്പൺ. ബെഞ്ചിലെടുത്തിയേക്കുക. ഇത് ശരിയായില്ലെങ്കിൽ അത് വരും, ഇത് ശരിയായാലും ചിലപ്പോൾ അതിലേക്ക് പോകും. ബെഞ്ചിങ്. കർത്താവ് ഇങ്ങനൊരു വാക്യം പറഞ്ഞേ, പക്ഷെ അത് ബെഞ്ചിങ് അല്ല കേട്ടോ. ഈ ആലയിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷെ എനിക്കുണ്ട് കേട്ടോ.
Is he saying, I have other options? No, no, no. No. He's not benching you. He's not breadcrumbing you. He's not zombieing you. He's not ghosting you. And he's not in a situationship with the church. He is the groom and we are his bride. അതുകൊണ്ട് സ്നേഹത്തെ ഡിഫൈൻ ചെയ്യുന്ന ഒരു വാചകം നിങ്ങൾ അവിടെ താഴെ കണ്ടോ? അത് എം സ്കോട്ട് പെക്കിൻ്റെ വാചകമാണ്. ഒന്ന് എഴുതിയെടുത്തോ പ്ലീസ്. എം സ്കോട്ട് പെക്കിൻ്റെ വാചകമാണ്. സ്നേഹത്തെ എം സ്കോട്ട് പെക്ക് ദ റോഡ് നോട്ട് ടേക്കണിൽ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്: ഐ ഡിഫൈൻ ലവ് ദസ്, ദ വിൽ ടു എക്സ്റ്റെൻഡ് വൺസ് സെൽഫ് for the purpose of nurturing one's own or others' spiritual growth. I'm finishing with that. Spiritual growth, which is pointing to the last slide. That's about your purpose. ജീവിതത്തിലെ പേർപ്പസിനെ പറ്റിയാണ് അത് സംസാരിക്കുന്നത്. ജീവിതത്തിൻ്റെ പേർപ്പസ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ദ ഹഫ് പോസ്റ്റിൽ വന്ന കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന ഒരു ലേഖനത്തിൽ സാക്ക് മെർക്യൂറിയോ എന്ന് പറയുന്ന ഒരു ആളുടെ ലേഖനത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് ജെൻ സിയെ പറ്റി പറഞ്ഞത്: ജനറേഷൻ സി ഷുഡ് ബി കോൾഡ് ദ പേർപ്പസ് ജനറേഷൻ എന്നാണ് പറഞ്ഞത്. ജനറേഷൻ സിയെ വിളിക്കുന്നത് പേർപ്പസ് ജനറേഷൻ എന്നാണ്. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിലും ഇല്ലെങ്കിലും അമേരിക്കയിലെ ഒരു പത്രത്തിന് അതിൻ്റെ ലേഖകന് ഈ സത്യം മനസ്സിലായിട്ടുണ്ട്. ഈ തലമുറയ്ക്ക് പേർപ്പസ് ഉണ്ട്. ദിസ് ഇസ് എ പേർപ്പസ് ജനറേഷൻ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ വോണ്ട് ടു എൻകറേജ് യു വൈൽ വി ക്ലോസ്. ഫൈൻഡ് യുവർ പേർപ്പസ്. ദർ ഇസ് എ യുണീക്ക് പേർപ്പസ് ഫോർ എവറി ഇൻഡിവിജ്വൽ അണ്ടർ ദിസ് റൂഫ് റൈറ്റ് നൗ. Have you discovered yours? If not, may I encourage you to start asking today, what is the purpose of my life? നിന്നെക്കുറിച്ച് നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ നിന്നെക്കുറിച്ച് എനിക്ക് ഒരു പദ്ധതിയുണ്ട്. വേദപുസ്തകത്തിലെ വാക്യമാണ്, വായിച്ചിട്ടുണ്ടോ? I have a plan and a purpose for you. അതാണ് ഈ സ്പിരിച്വൽ ഗ്രോത്ത്. ദാറ്റ് ഇസ് ലവ്. വെൻ യു ലവ് സംബഡി, യു ഇൻസ്പയർ ദാറ്റ് സംബഡി ടു ആസ്ക് ഫോർ ആൻഡ് ഫുൾഫിൽ ദാറ്റ് പേഴ്സൺസ് പർപ്പസ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ എം ടെല്ലിങ് യു ഐ ലവ് യു, ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ എം ആസ്കിങ് യു, പ്ലീസ് ഡിസ്കവർ യുവർ പർപ്പസ്. ഈ കാര്യത്തെപ്പറ്റി യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പിള്ളേരെന്നോട് ചോദിച്ചു, സാറേ ഈ പർപ്പസ് എങ്ങനെ കണ്ടെത്തും? അതും കൂടെ ഒന്ന് പറഞ്ഞതാ. പർപ്പസ് എങ്ങനെ കണ്ടെത്തും? പൊളച്ച ഒരു മിനിറ്റ്. പർപ്പസ് എങ്ങനെ കണ്ടെത്തും? പർപ്പസ് കണ്ടെത്തുന്നത് ഞാൻ കണ്ടെത്തിയ രീതി ഞാൻ പറയാം. ഞാൻ പ്രാർത്ഥിച്ചു, ലോർഡ് ടെൽ മീ വാട്ട് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് ഈസ്. പിന്നീട് ഞാൻ എന്നിലേക്ക് നോക്കി, എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഗിഫ്റ്റാണുള്ളത്. ഞങ്ങളുടെ ചെറുക്കനെ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് വിടുന്ന സമയത്ത് അവന് പോയിട്ട് തിരിച്ചു വരാനുള്ള പൈസ ഉണ്ടോ കയ്യിലെന്ന് നോക്കും. മഴ പെയ്യുന്ന സമയമാണെങ്കിൽ അവൻ കുട എടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. അവന് ദൂരെ പോകുകയാണെങ്കിൽ വെള്ളം എടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. അവന് യാത്രയ്ക്കുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളതെല്ലാം കൊടുക്കാതെ എൻ്റെ ചെറുക്കനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ പിൽഗ്രിമേജ് പൂർത്തിയാക്കാനുള്ള ടൂൾസ് തരാതെ നിന്നെ പിതാവായ ദൈവം ഇങ്ങോട്ട് ഇറക്കി വിട്ടു എന്നാണോ വിചാരിച്ചത്? Ask him. Number 2, look into yourself prayerfully. Number 3, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1-2 കൂട്ടുകാർ, അവരോട് ചോദിക്കണം. ഇപ്പം നിൻ്റെ പേർപ്പസ് ഡിസ്കവർ ചെയ്യാൻ നിന്നെ സഹായിക്കുന്ന നിൻ്റെ കൂട്ടുകാർ. And number 4, what is it that you do and you find peace when you do it? നീ എന്ത് ചെയ്യുമ്പോഴാണ് നീ സ്വസ്ഥനായിട്ടിരിക്കുന്നത്, നിനക്ക് സമാധാനമുള്ളത്? ദാറ്റ് ഈസ് പെർഹാപ്സ് പോയിൻറ്റിങ് ടു ദ പേർപ്പസ് ഓഫ് യുവർ ലൈഫ്. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. രാവിലെ നമ്മൾ ആസ്പിറേഷൻസിനെ പറ്റിയാണ് ചിന്തിച്ചത്. എസ്പയർ ടു ഫൈൻഡ് യുവർ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ആസ്പിറേഷൻസ് 2 കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു. എസ്പയർ
to be wounded with Christ. മൂന്നാമത്തത്, aspire to be intimate with God. രണ്ടാമത്തെ അംശം, inspiration. Be inspired by people. Be inspired by Christ. Be inspired by love, by the love of God. And be inspired by the purpose for which He has called you. Who would say Amen? Let me hear it loud. Louder. Go for it again. And I say Amen to your Amen. Shall I pray, Achan? Let's pray. പ്രിയ കർത്താവേ, ഈ മനോഹരമായ സായാഹ്നത്തിന്, ഈ സന്ധ്യയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയപിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഒരു ദിവസം ആയിരിക്കാൻ നീ സഹായിച്ചു. നിൻ്റെ മുഖത്തേക്ക് നോക്കി നിൻ്റെ സന്നിധിയിലിരുന്ന് നിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ പിതാവേ, നിൻ്റെ സാന്നിധ്യബോധത്തിൽ ഞങ്ങൾക്ക് നിൻ്റെ ആലോചനകളെ പ്രാപിപ്പാൻ നീ സഹായിച്ചു. ഇനി ഇതിനെ നീ വളർത്തണം. ഞങ്ങളുടെ ആത്മാക്കളിൽ നീ ഇന്ന് വിതറിയ ആ വിത്തുകൾ വളരുമാറാകണം. 30, 60, 100 മേനി കൊയ്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ക്രിസ്തു മുഖാന്തരം പിതാവിൻ്റെ മഹത്വത്തിനായിട്ട് അവിടുന്ന് സഹായിക്കണം. മനോമഹത്വം അബ്ബ നിനക്ക്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Thank you very much. It was a pleasure to be amongst you. It was a joy. Thanks to പോളച്ചൻ, എന്നെ നിർബന്ധിച്ചാണ് ഇവിടെ നിർത്തിയത്. താങ്ക്സ് ടു മാർ സെറഫിം, ആഭീഷണി പുറത്താണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. താങ്ക് യു മെട്രോപൊളിറ്റൻ, താങ്ക് യു ബിഷപ്സ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഗോഡ് ബ്ലെസ് യു ഓൾ.